ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഞാൻ എല്ലാ പ്രാവശ്യം വീഡിയോ ഇടുമ്പോഴും ആദ്യം പറയുന്നതാണ് ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ടെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടായിരിക്കുന്നു. വട്ടമില്ല, എൻ്റെ ഫോൺ കേടായിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഫോണില്ലാതെ ഞാൻ എൻ്റെ അമ്മയുടെ ഫോണും കൊണ്ടാണ് നടന്നത്. പിന്നെ എനിക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഫോൺ കിട്ടിയപ്പോൾ ഞാനങ്ങ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആവാറായി. പിന്നെ സമയം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാനുള്ള. എല്ലാം ഫുള്ള് വിരുന്നും കറക്കൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയത്. ആ ടൈം കൊണ്ട് എഡിറ്റ് ചെയ്തിട്ടിടുവാണ്. അത് എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറച്ച് ആരൊക്കെയോ എടുത്ത വീഡിയോ എല്ലാം കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. കല്യാണത്തിൻ്റെ അന്നത്തെ മാത്രമല്ല, ഹൽദിയുടെ, റിസപ്ഷൻ്റെ, പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടി എല്ലാം കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ കല്യാണത്തിന് ഒരു മാസം മുമ്പാണ് ഞങ്ങൾ ഡ്രസ്സ് പിന്നെ മാലയൊക്കെ, കല്യാണത്തിനിടാനുള്ള മാലയൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു. അത് കല്യാണത്തിന് ഒരു 10 ദിവസം മുമ്പായിരുന്നു ഫോട്ടോഷൂട്ട്. അത് കോട്ടയത്തുള്ള ഒരു റിസോർട്ടിലായിരുന്നു കേട്ടോ. നല്ല നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പേസുള്ള നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല റിസോർട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും സേവ് ദ ഡേറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനെ അങ്ങോട്ട് പോക്കാം. നല്ല അടിപൊളി ഒരു റിസോർട്ട്. അത് ഏത് റിസോർട്ടാണ് സത്യം പറഞ്ഞാൽ പേര് ഓർക്കുന്നില്ല. കോട്ടയത്തുള്ള ഏതൊരു റിസോർട്ടാണ്. അങ്ങനെ നമ്മൾ താലി സെലക്ട് ചെയ്തു, മാലയെ സെലക്ട് ചെയ്തു. താലി ഞാൻ കുഞ്ഞു താലിയാണ്, മറ്റേ സാധാരണ മറ്റേ ഏറ്റവും കുഞ്ഞു താലി, ആ താലിയല്ല, ഇതേപോലെ ഒരു ആലിലെ തലി ഓമെന്ന് എഴുതിയൊരു ചെറിയ താലിയാണ്. ഈ മാല എനിക്ക് കുറേ നാളുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരു മാല. കുറേ നാളായിട്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുമായിരുന്നു ഈ ഒരു പാറ്റേണുള്ള മാല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതേലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മാല തന്നെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ നേരെ പോത്തീസിലാണ് പോയത്. എറണാകുളത്ത് പോത്തീസിലാണ്. എറണാകുളത്ത് തന്നെ ജോസ്കോയിലാണെന്ന് തോന്നുന്നു. ജോസ്കോയിലാണ് നമ്മൾ ഭീമയിലാണ് നമ്മൾ മാല എടുത്തത്. പിന്നെ നമ്മൾ നേരെ പോത്തീസിൽ പോയി. എന്നിട്ട് നമ്മൾ സാരി എടുക്കുമായിരുന്നു. ഈ സാരി അല്ല കേട്ടോ ഞാൻ എടുത്തത്. അത് അവർ ജസ്റ്റ് നമ്മൾ ട്രയൽ ചെയ്ത് കാണിക്കും. കുറേ സാരി നമ്മൾ നോക്കി, പല കളർ നോക്കി. ഞാൻ റെഡ് എടുക്കത്തില്ല, എല്ലാവരും റെഡ്, അതുകൊണ്ട് ഞാൻ റെഡ് എടുക്കത്തില്ലെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റി. അവിടെ ചെന്നിട്ട് എല്ലാം നോക്കിയതിൽ ഏറ്റവും ചേരുന്ന റെഡായിരുന്നു. അപ്പോൾ പിന്നെ റെഡ് തന്നെ എടുത്തു. ഇപ്പം എടുക്കുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന, അപ്പോൾ അതെല്ലാവർക്കും ഉള്ളതായതുകൊണ്ട് ഞാൻ ആ ഒരു പ്രിൻ്റ് വരുന്ന എടുത്തില്ല. വേറൊരു പാറ്റേൺ, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ആ ഒരു ഇതിപ്പം നമ്മളെടുത്ത ഡ്രസ്സ്, സാരിയും അതെല്ലാം അതിൻ്റെ ഈ തുമ്പിങ്ങനെ കെട്ടുമല്ലോ, അത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. 3 കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. ഈ കോസ്റ്റ്യൂം അല്ലാതെ വേറെ 2 കൂടെ ഉണ്ടായിരുന്നു. ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് വേറെ ആരൊക്കെ എടുത്ത വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു കോസ്റ്റ്യൂമും പിന്നെ 2 ഉണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമേ. തീയതി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. 23 റിസപ്ഷൻ, 22 ഹൽദി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹൽദിയുടെ അന്ന് രാവിലെ മെഹന്തി ഇട്ടാൽ മതിയെന്ന്. പക്ഷേ അതെന്തായാലും മെഹന്തി ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിയാൻ എന്തായാലും തീരത്തില്ല. അപ്പം നമുക്ക് ഹൽദിയുടെ അന്ന് ഒരുങ്ങാനും ഒന്നുമുള്ളൊരു ടൈം ചിലപ്പോൾ കിട്ടത്തില്ല. പിന്നെ ആ മെഹന്തിയും പിടിച്ചുകൊണ്ട് നടക്കണം ഹൽദിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 21 ഇടാമെന്ന്. അങ്ങനെ 21 രാവിലെ ആ കുട്ടി വന്നു, മെഹന്തി ഇടുന്ന കുട്ടി, നൂർ മെഹന്തി.
നൂറെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള. അവളാണ് മെഹന്തി ഇട്ടത്. അന്ന് രാവിലെ തുടങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞു, ഉച്ചയല്ല ഓൾമോസ്റ്റ് വൈകുന്നേരം ആയെന്ന് തോന്നുന്നു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ മെഹന്തിയും പിടിച്ചുകൊണ്ട് നടക്കാൻ വയ്യ, അപ്പുറം ഇപ്പുറം കാലിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് കഴുകിക്കളഞ്ഞു. അതുകൊണ്ട് അധികം കളറും വന്നിട്ടില്ലായിരുന്നു കേട്ടോ, ഓർഗാനിക് തന്നെയായിരുന്നു, പക്ഷേ അധികം കളർ വന്നിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത ദിവസമായിരുന്നു ഹൽദി. അന്ന് രാവിലെ ഒന്നും പരിപാടിയൊന്നുമില്ല, ഞങ്ങളൊരു സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത്. അവരൊരു 7 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. പിന്നെ പരിപാടി കഴിഞ്ഞപ്പം രാത്രി 12 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അന്ന് സാധാരണ ഹൽദി പോലെ തന്നെ, സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ളൊരു പരിപാടിയാണിത് ഇപ്പം, പക്ഷേ ഇവിടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഈ സ്വീറ്റ്സും കഴിച്ച് ഛർദ്ദിക്കാൻ വരുമായിരുന്നു ലാസ്റ്റ്. ലഡുവും ഈ എല്ലാം ഫുള്ളും സ്വീറ്റ്സ് ആയതുകൊണ്ട് ചെടിക്കുമായിരുന്നു കഴിച്ചിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ മഞ്ഞളിനകത്ത് കൈ ഇട്ടിട്ട് ആ കൈ കൊണ്ട് ലഡു എടുത്തത്, ആ മഞ്ഞളും വായിപ്പോവും, അതിൻ്റെ ആ ലഡുവും മഞ്ഞളും കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് അടിപൊളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുഖം കണ്ട് ഞങ്ങൾക്ക് തന്നെ പേടി വരുമായിരുന്നു, മറ്റേ കാഞ്ചനയിലെ പ്രേതത്തിനെ കൊണ്ട്. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് മുഖം കഴുകാൻ പോയപ്പോഴാണ് മുഖം കാണുന്നത്, മുഖം ഫുള്ള് മഞ്ഞൾ. എനിക്കൊരു മൂക്കുത്തിയൊക്കെ ഉണ്ടായിരുന്നു, പൂവിൻ്റെ ആ തലയിലും കഴുത്തിലൊക്കെ ഇട്ടിരിക്കുന്ന മാല ഒരു മൂക്കുത്തി മഞ്ഞൾ തേച്ചതിൻ്റെ ആഘാതത്തിൽ അതൊക്കെ വലിച്ചു പറിച്ച് ആരോ കളഞ്ഞു. പിന്നെ ലാസ്റ്റ് മാവൻ വന്നിട്ട് ഞങ്ങളുടെ മുഖമെല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു. അതുപോലെ മുഖം മൊത്തം ഉണങ്ങി പിടിച്ചിരിക്കുക, അത് പോകുന്ന പോലും ഇല്ലായിരുന്നു മുഖത്തൊന്നും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു ഹൽദിയൊക്കെ. പിന്നെ ഹൽദി കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ പുടവയുടെ ഫങ്ഷനും പിന്നെ നമ്മുടെ വീട്ടിലെ റിസപ്ഷനും കൂടെ ആയിരുന്നു കേട്ടോ. അതിന് മേക്കപ്പ് ചെയ്തത് തിരുവല്ലയിൽ ഡുയിറ്റ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സലൂണിലാണ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനും അവർ തന്നെയാണ് ചെയ്തത്. രണ്ടും നന്നായിട്ട് ചെയ്തു കേട്ടോ, പറഞ്ഞ പോലെ തന്നെ. പിന്നെ കല്യാണത്തിൻ്റെ വർക്ക് വേറെ ഒരു ചേച്ചിയായിരുന്നു, അത് ഗ്ലാമപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സലൂണായിരുന്നു. അവരും തലേദിവസം വന്ന് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ മേക്കപ്പ് ചെയ്യായിരുന്നു. അതും കല്യാണത്തിൻ്റെ അന്നത്തെ മേക്കപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ചേച്ചി ചെയ്തു തന്നു കേട്ടോ. എനിക്ക് അതും ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇത് രണ്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ്റെ മേക്കപ്പാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പിനെ നമ്മൾ എണ്ണീറ്റ്, ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കവേ വന്നില്ല, 3 മണിയായപ്പോൾ എണ്ണീറ്റ്. ഇതെൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. ഞാൻ പോകാനായിട്ട് ബാഗ് എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ വെച്ചായിരുന്നു മേക്കപ്പ് ചെയ്തത്. ഇവിടെ ആകുമ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ച് ഈ സാരിയാണ്. ഈ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ 3 മണിയായപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് 3:30 ആദ്യം ഫേസിലെ മേക്കപ്പ് എല്ലാം ചെയ്തിട്ടാണ് പിന്നെ ലാസ്റ്റ് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം നന്നായിട്ട് ചെയ്ത് കേട്ടോ. ഹെയറും ഫേസും എല്ലാം ഞാൻ ഒത്തിരി ഹെവി ആയിട്ടുള്ള, തലേദിവസത്ത് കുറച്ച് ഹെവി ആയിട്ട് ചെയ്തതാണ്. പിന്നെ കല്യാണത്തിന് അന്ന് ഒത്തിരി ഹെവി വേണ്ടാന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഒത്തിരി ഹെവി ആയിട്ടൊന്നും ചെയ്തില്ല. ഹെയർ സെറ്റ് ചെയ്തതും എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്തു. മുല്ലപ്പൂ ഒരുപാട് എടുക്കാതെ റോസ് കൂടുതൽ എടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞത്, അതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഫേസും സാരി ഉടുത്തതും എല്ലാം നല്ല നന്നായിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ 3:30 ആയപ്പോൾ തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞത് 8:30 ആയി. ഇനി വിശന്നിട്ടാണ് വയ്യായിരുന്നു.
പിന്നെ ടെൻഷൻ കൊണ്ട് കഴിക്കാനുള്ളൊരു ഇതുമില്ല, ലിപ്സ്റ്റിക്ക് പോകുമെന്നുള്ള ടെൻഷനും. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ഇഡ്ഡലി കഴിച്ചിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയത്. എനിക്ക് ആ കല്യാണത്തിൻ്റെ അവിടുത്തെ സ്റ്റേജ് പോലും എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും പറഞ്ഞു അടിപൊളി സ്റ്റേജായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്ക് അയ്യോ എൻ്റെ കല്യാണം നടന്ന സ്റ്റേജ് എങ്ങനെയായിരുന്നു ഇരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല ആ സമയത്ത്. അതൊന്നും ഇതേ അവിടെ പോയി ടെൻഷൻ അടിച്ച് നിന്നപ്പോൾ എടുത്ത് ഷോട്ടൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ. അവിടെയാണ് നിൽക്കാനും ആരുമില്ല, എല്ലാവരും ഓരോ കാര്യത്തിനും ഓടി നടക്കുക. അവസാനം അമ്മ വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് അന്നത്തെ ഒന്നും ഓർമ്മയില്ല, ഞാനൊന്നും ഓർക്കുന്നില്ല. പിന്നെ ഭയങ്കര പെട്ടെന്നായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ചത് ഞാൻ ഒരു വിധത്തിലാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്ന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിട്ടു പോകുന്നതിൻ്റെ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഞാൻ ഫുഡൊന്നും ശരിക്കും കഴിച്ചു പോലും ഇല്ല. അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് ഇപ്പോഴും കാണുമ്പം ഞാൻ കരയും. അവരെ വിട്ടു പോകുന്ന എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഞാൻ എന്തുവാ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരുക. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് ഫുഡൊക്കെ എന്തോ വാരി തിന്നിട്ട് ഞാൻ എണ്ണീറ്റ് പോയി കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അവിടെ എല്ലാം. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് വിഷമമായിരുന്നു കേട്ടോ. ഹാപ്പിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ മൂക്കുത്തിയും പോയി, ഒരു സൈഡിലും കൂടെ മൂക്കുത്തി ഉണ്ടായിരുന്നു അവർ വെച്ചത്. അത് കരഞ്ഞതിൻ്റെ ആ സമയത്ത് എവിടെയോ പോയി ആ മൂക്കുത്തി. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ച്, എന്നിട്ട് ഞാൻ കരച്ചിലായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവർ വിളക്കൊക്കെ തന്ന് അകത്ത് കയറ്റിയിട്ട് പാലൊക്കെ തന്ന് പഴം തന്ന് അതൊക്കെ കഴിച്ച്. പിന്നെ ചേട്ടൻ്റെ ഈ കല്യാണത്തിന് വരാൻ പറ്റാഞ്ഞവരുണ്ടല്ലോ, ഈ വൈകാതൊക്കെ ഇരിക്കുന്ന കസിൻസൊക്കെ, അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി. ഈ വേഷത്തിൽ തന്നെ എന്നെ അവിടെ കൊണ്ടുപോയി. ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മ വല്യമ്മച്ചിയും കല്യാണത്തിന് വരാൻ പറ്റത്തില്ലായിരുന്നു, വയ്യായിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയും കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് സന്ധ്യയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം ഡ്രസ്സും ഈ മുടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം അത് അഴിക്കാൻ തന്നെ 1 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു. ഫുള്ള് യൂപ്പിന്നും ആ പൂവൊക്കെ കുത്തിയത് ഫുള്ള് യൂപ്പിന്നേലായിരുന്നു. അതൊക്കെ ഊരിയെടുക്കാൻ കുറച്ച് സമയമെടുത്ത്. പിന്നെ അന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് രാത്രിയിലെങ്ങാണ്ട 12 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു കിടന്നപ്പം. അത് ലേറ്റായിട്ടൊക്കെയാണ് കിടന്നത്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോയി. ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. അത് ചേട്ടൻ്റെ ഫ്രണ്ട്സ് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. ആലപ്പുഴയിലുള്ള ലേക്ക് കനോപ്പി എന്ന് പറഞ്ഞ റിസോർട്ടിൽ ഒരു ദിവസത്തെ സ്റ്റേ. അപ്പം ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ അവിടെ എത്തണമായിരുന്നു. ഞങ്ങൾ ഉച്ചയായി ഇറങ്ങിയപ്പം. ഉച്ചയൊക്കെ ആയപ്പോൾ പോയി ഒരു 1.5 മണിക്കൂറായപ്പോൾ അവിടെ എത്തി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുന്ന റിസപ്ഷനിലോട്ടാണ്. അവിടെ വന്നിട്ട് നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നു കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കുടിച്ചു. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. അവരുടെ സർവീസിനെ കുറിച്ച് പറയാതെ പറ്റത്തില്ല കേട്ടോ. അടിപൊളി സർവീസാണ്. എല്ലാം നമുക്ക് അവിടെ ആ റിസോർട്ടിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് തരാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഒരു സർവീസിനെ കുറിച്ച് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല സർവീസായിരുന്നു കേട്ടോ.
പിന്നെ ഇവിടെ പല കാറ്റഗറീസിലുള്ള റൂംസ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് പൂൾ വരെയുള്ള റൂംസ് ഉണ്ട്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിരിക്കുകയാണ് വിരൽ. അത് ഞാൻ കട്ടൻ ചായ ഇട്ട് കൊടുത്തേ ചേട്ടന് രാത്രി. കട്ടൻ ചായ ഇട്ട സമയത്ത് അത് തിളച്ച് കഴിഞ്ഞപ്പം എൻ്റെ കൈ ഒന്ന് തട്ടി അത് കയ്യിലോട്ട് തന്നെ കമന്ന് വീണതാണ്. അതിൻ്റെയാണ് അവിടെ കാണുന്ന ആ പൊള്ളൽ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഒരു ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ചേട്ടനാണ് ഈ ചേട്ടൻ. ഈ ചേട്ടനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ കൂടെ റൂം വരെ വന്നത്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ചെന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ പുറയിലോട്ട് പോവാണ്. അവിടെ ഒരു നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഫുൾ കായലാണ് കേട്ടോ. ഹൗസ് ബോട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്. നമുക്ക് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി വെള്ളത്തിൽ നീന്താം. പക്ഷെ ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അത് മാത്രമല്ല അവിടെ കൊച്ചു പിള്ളേരൊക്കെ ഇറങ്ങുന്നത്. ഞങ്ങൾ പൂളിലൊന്നും പോയില്ല. ഞങ്ങൾ ആ കായലിൻ്റെ സൈഡിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് കുറച്ച് സന്ധ്യയായപ്പോൾ ബീച്ചിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ഷവർമയും കൂൾ കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ നേരെ നമ്മൾ റൂമിൽ തന്നെ ചെന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കുറേ ഫുഡൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളൊന്നും കഴിച്ചില്ല. അവർ നമ്മുടെ അടുത്ത് ചോദിച്ചു കേട്ടോ, ആ റെസ്റ്റോറൻറ്റിൽ പോകുന്നോ അതോ റൂമിൽ തന്നെ ഡിന്നർ സെറ്റ് ചെയ്യണോ എന്ന്. അപ്പം ഞങ്ങൾ ഇനിയും പുറത്ത് പോകാൻ വയ്യ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ റൂമിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അതാകുമ്പോൾ നമുക്കൊരു പ്രൈവസി കിട്ടുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങൾ ടൈം പറഞ്ഞു. ആ ടൈമിൽ തന്നെ അവർ റൂമിൽ ടേബിളൊക്കെ കൊണ്ടുവന്നു, എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. നല്ലൊരു ആദ്യമായിട്ടാണ് ക്യാൻഡിൽ ഡിന്നറൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നേരിട്ടൊരു എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. സൂപ്പറാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ ഒരു വൈബ്. പിന്നൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർ കേക്ക് കൊണ്ടുവന്നു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ചേ കഴിച്ചുള്ളൂ. ബാക്കി അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. അവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ കുറച്ചേ കഴിച്ചുള്ളൂ. അത് ഫുഡെല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കുക, അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. അങ്ങനെ ഉറങ്ങി. രാവിലെ എണ്ണിറ്റു. രാവിലെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഇതെന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, മറന്നുപോയി. ഇത് എന്തോ പനീറൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു റൊട്ടിയായിരുന്നു. പിന്നെ അത് ഹണിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മറ്റേ പഴത്തിനകത്ത് ഹണിയൊക്കെ വെച്ച്. പിന്നെ ഞാൻ ബ്രെഡ് കഴിച്ചു. ചേട്ടനാണ് ദോശയൊക്കെ കഴിച്ചത്. ഞാൻ ദോശയൊന്നും കഴിച്ചില്ല, ഞാൻ ബ്രെഡാണ് കഴിച്ചത്.
പിന്നെ കോഫി കുടിച്ചു. എന്നിട്ട് കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആ കാര്യമേ അങ്ങ് മറന്നുപോയി. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ളവരൊക്കെ പറ്റുമെങ്കിൽ ലേക്ക് നെപ്പിലൊന്ന് പോകണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു വൈബാണ്, അടിപൊളിയാണ്. കുറെ നേരമായിട്ട് ഇവിടെ നോക്കി നിൽക്കുക. എനിക്ക് വിശക്കുന്നു.